കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കെ വി.ഡി. സതീശന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനെന്ന നിലപാട് ലീഗ് ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ കോൺഗ്രസിനകത്തെ അധികാര പോരാട്ടം ഇനി വെറും ഗ്രൂപ്പ് പ്രശ്നമല്ല എന്നും മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വിഷയമായി മാറിയെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാട് ആവർത്തിച്ചാണ് മുസ്ലിം ലീഗ് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ അഭിപ്രായം തേടി സോണിയാഗാന്ധി അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചപ്പോഴാണ് മുസ്ലിം ലീഗ് വി.ഡി. സതീശന് പിന്തുണ ആവർത്തിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ജനവികാരം മാനിക്കണമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം സോണിയാഗാന്ധിയെ അറിയിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് പാണക്കാട് അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. പൊതുവികാരം വി.ഡി. സതീശന് അനുകൂലമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. ഹൈക്കമാൻഡ് തീരുമാനമെതിരായാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതാകും ഇന്നത്തെ പ്രധാന ചർച്ച. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ലീഗിന് എം.എൽ.എമാരടക്കം പരസ്യമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം ഉണ്ടായില്ല എങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ലീഗ് നേതാക്കളുടെ മുന്നറിയിപ്പ്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം തിരിച്ചറിയണമെന്നാണ് ആവശ്യം. അതിനിടെ വയനാട്ടിലും കോഴിക്കോടും വിവിധയിടങ്ങളിൽ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പോസ്റ്റർ പ്രതിഷേധവും ഉണ്ടായി. കൽപ്പറ്റയിൽ DCC ഓഫീസിന് സമീപവും കോഴിക്കോട് മുക്കത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിലും കാരശ്ശേരിയിലുമാണ് ഇംഗ്ലീഷിൽ എഴുതിയ പോസ്റ്ററുകൾ പതിച്ചത്. ഇതൊരു ഭീഷണി പോസ്റ്ററല്ല എന്നും വിഡ്ഢിത്തരത്തിന് കേരളം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നും പോസ്റ്ററിലുണ്ട്. രാഹുലും പ്രിയങ്കയും വയനാടിനെ മറന്നേക്കൂ, ഇവിടെ നിന്നും ഇനി നിങ്ങൾ ജയമില്ല. KC നിങ്ങളുടെ പെട്ടി തൂക്കുന്നയാളായിരിക്കും, പക്ഷേ കേരള ജനത നിങ്ങൾക്ക് മാപ്പ് തരില്ല. RGPG ഇതൊരു ഭീഷണിയല്ല, അത് വിഡ്ഢിത്തത്തിന് കേരളം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നും പോസ്റ്ററിലുണ്ട്. കേരളം മറ്റൊരു അമേഠി ആയിരിക്കുമെന്നും സുരക്ഷിത സീറ്റ് തേടി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നും പോസ്റ്ററിലുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അവസാനവട്ട ചർച്ചയ്ക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. KC വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങളുടെ വാദങ്ങളും നിരീക്ഷകരുടെ റിപ്പോർട്ടും ഒന്നിച്ച് ചർച്ച ചെയ്താവും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. 3 നേതാക്കളെയും ഘടകകക്ഷികളെയും തീരുമാനം ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം. ഘടകകക്ഷികളോട് രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കുമെന്നാണ് വിവരം. മുസ്ലിം ലീഗിന്റെ ഈ പിന്തുണയ്ക്ക് പിന്നിൽ വെറും വ്യക്തിപരമായ അടുപ്പമല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളാണുള്ളത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശൻ സ്വീകരിച്ച ആക്രമണാത്മക രാഷ്ട്രീയ ശൈലി UDF പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിച്ചിരുന്നു. നിയമസഭയ്ക്കുള്ളിലും പുറത്തും LDF-നെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന നേതാവെന്ന ഇമേജ് സതീശന് ഇതോടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോരാടുന്ന നേതാവെന്ന മുഖം മുന്നണിക്ക് ആവശ്യമാണ് എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതേസമയം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളിൽ ലീഗിന് പൂർണ്ണ തൃപ്തിയില്ല എന്ന സൂചനകളും ശക്തമാണ്. ഡൽഹി കേന്ദ്രീകൃത രാഷ്ട്രീയമാണ് KCയുടെ പ്രധാന ശക്തി എന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വത്തിലുള്ളത്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യങ്ങളുമായി കൂടുതൽ ബന്ധമുള്ള നേതാവാണ് സതീശൻ എന്നാണ് ലീഗ് കരുതുന്നത്. പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരിലും UDF വോട്ടർമാരിലും സതീശനുള്ള സ്വാധീനം ഗുണം ചെയ്യുമെന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലും ലീഗിനുണ്ട്. കോൺഗ്രസിനകത്ത് ശക്തമായ ഗ്രൂപ്പ് പോലെ നടക്കുമ്പോൾ അതിൽ നേരിട്ട് ഒരു പക്ഷത്തോടും ഏറ്റുമുട്ടാതെ മുന്നണിയിലെ സ്ഥിരത ഉറപ്പാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. സതീശനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഒരു വശത്ത് കോൺഗ്രസ് പ്രവർത്തക വികാരത്തോട് ചേരാനും മറുവശത്ത് ഭാവി അധികാര ഘടനയിൽ സ്വന്തം സ്വാധീനം ഉറപ്പാക്കാനും ലീഗിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സമുദായ രാഷ്ട്രീയത്തിന്റെ കോണിലും ഈ നീക്കത്തെ വിലയിരുത്തുന്നവരുണ്ട്. മതനിരപേക്ഷ നിലപാടുകളിലും ന്യൂനപക്ഷ വിഷയങ്ങളിലുമുള്ള സതീശന്റെ പരസ്യ പ്രതികരണങ്ങൾ ലീഗിനോട് കൂടുതൽ അടുപ്പം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. BJP-ക്കെതിരെ ശക്തമായ പ്രതിരോധ രാഷ്ട്രീയം ഉയർത്താൻ കഴിയുന്ന നേതാവെന്ന നിലയിലും ലീഗ് സതീശനെ കാണുന്നു. ഇതോടെ കേരള കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പുതിയ രാഷ്ട്രീയ ഭാരം ലഭിച്ചിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗ് പോലൊരു നിർണായക സഖ്യകക്ഷി തുറന്ന നിലപാട് സ്വീകരിക്കുന്നത് ഹൈക്കമാൻഡിന് അവഗണിക്കാൻ എളുപ്പമല്ല. UDF-ന്റെ ഭാവി വിജയ സാധ്യത, മുന്നണി ഐക്യം, പ്രവർത്തക വികാരം ഇതെല്ലാം മുൻനിർത്തിയാണ് ലീഗ് ഇപ്പോൾ സതീശനെ ശക്തമായി പിന്തുണയ്ക്കുന്നതെന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതിനാൽ ഈ പിന്തുണ കേരള രാഷ്ട്രീയത്തിലെ അടുത്ത അധികാര സമവാക്യത്തിന് ദിശ നിശ്ചയിക്കുന്ന നിർണായക ഇടപെടലായി മാറുകയാണ്.